നമസ്കാരം. എൻ്റെ പേര് ലീന റാണി. ഞാൻ കായംകുളത്തും ചിറ്റളങ്ങരയ്ക്ക് ഇടയ്ക്കായിട്ട് താമസിക്കുന്നു. ഞാനാണെങ്കിൽ 2002 മുതൽ കൂൺ കൃഷി ചെയ്യാൻ തുടങ്ങിയ വ്യക്തിയാണ്. അപ്പോൾ 2002 മുതൽ ഇന്നേ വരെ 23 വർഷം തുടർച്ചയായിട്ട് കൂൺ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മാർക്കറ്റിങ്ങിൽ എനിക്ക് ഇത്രയും നാളത്തെ അനുഭവത്തിൽ കൂടി മനസ്സിലായത്, പലർക്കും കൂണ് വേണം, പക്ഷെ അത് പാചകം ചെയ്യാൻ അറിയത്തില്ല. ചിലർക്കാണെങ്കിൽ കൂണ് പാചകം ചെയ്ത് കഴിക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഒരു ആശയമായിട്ട് ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് കൂണിൻ്റെ ചപ്പാത്തി. കൂണിൻ്റെ ചപ്പാത്തി ആകുമ്പോൾ ഒരു ചപ്പാത്തിയിൽ ഏകദേശം 15 ഗ്രാം കൂണ് അടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് എല്ലാ കുട്ടികൾക്കായാലും പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കേണ്ടതായതുകൊണ്ട് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. ആ 15 ഗ്രാം കൂണ് ഒരാൾക്ക് അവരുടെ ആരോഗ്യത്തിന് സംരക്ഷണമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ കൂണിൻ്റെ ചപ്പാത്തി വിപണിയിൽ ഇറക്കിയത്. ഇത് എൻ്റേതായ ഒരാശയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് വീടുകളിലൊക്കെ മിക്ക വീടുകളിലും എല്ലാവരും സ്ഥിരമായിട്ട് ഈ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ഈ ചപ്പാത്തിയിൽ യാതൊരു വിധ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടില്ല. അതേപോലെ തന്നെ കൂണ് കൃഷി ചെയ്യുന്നത് ഞാൻ സ്റ്റെറിലൈസ് ചെയ്താണ്, യാതൊരു കെമിക്കലും ചേർക്കാതെ ഓട്ടോക്ലേവിൽ വെച്ച് സ്റ്റെറിലൈസ് ചെയ്താണ് ഞാൻ കൂണ് ഉൽപ്പാദനം നടത്തുന്നത്. കൂൺ ചപ്പാത്തി 1 വർഷം മുമ്പാണ് വിപണിയിൽ ഇറക്കിയത്. ഇത് KAS ഓർഗാനിക് മുഷി ടൗൺ എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. പക്ഷേ അന്നേരം കടകളിൽ ഈ കൂൺ ചപ്പാത്തി ചെല്ലുമ്പോൾ വിപണി ചെല്ലുമ്പോൾ 120 രൂപയാണ് 10 ചപ്പാത്തിക്ക്. അപ്പം മറ്റുള്ള ചപ്പാത്തി 40 രൂപയ്ക്ക് ഒരു പാക്കറ്റ് കിട്ടുന്നിടത്ത് ഇത് വിപണി കീഴടക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എന്നാൽ നമ്മുടെ കുട്ടികളിലെയൊക്കെ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ അമിനോ അമ്ലങ്ങളുടെ ഉൽപ്പാദനത്തിന് ഈ കൂൺ സഹായിക്കുന്നുണ്ട്, സന്ധിവേദനയ്ക്ക് സഹായിക്കുന്നുണ്ട്. അത്രയും ഗുണമുള്ള ആ കൂൺ വിപണിയിൽ ഈ ചപ്പാത്തി രൂപത്തിൽ ചെല്ലുമ്പം വില സ്വാഭാവികമായിട്ടും കൂടും. 10 ചപ്പാത്തിയിൽ 150 ഗ്രാം കൂണാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ 500 രൂപ വിലയാണ് ഇപ്പം വിപണിയിൽ 1 കിലോ കൂണിന്. അപ്പം 75 രൂപയുടെ കൂണ് അടങ്ങിയിരിക്കുന്ന ഈ ചപ്പാത്തി നമുക്ക് എന്തായാലും 120 രൂപയ്ക്ക് താഴ്ത്തി വിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇപ്പം വീടാന്തരമുള്ളവർ മിക്കരും ഇത് സ്ഥിരം ഈ കൂൺ ചപ്പാത്തി തന്നെ കഴിക്കാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അവിടെ തന്നെ ഷുഗറിനെ നിയന്ത്രിക്കാനും ഈ കൂൺ ചപ്പാത്തി നല്ലതാണ്. ഞാൻ 2002 കൂൺ കൃഷി തുടങ്ങിയത്. അപ്പോൾ കൂണിനെ കുറിച്ച് ആർക്കും തന്നെ ഒരു അറിവോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിപണിയൊക്കെ വലിയ പാടായിരുന്നെങ്കിലും ഇപ്പം ഞങ്ങൾക്ക് വിപണിയിലേക്ക് കൂണിന് ഉൽപ്പാദിപ്പിച്ചാൽ അത് യാതൊരു കാരണവശാലും വിറ്റഴിക്കാതിരിക്കുന്നില്ല. അതുതന്നെയല്ല, നമ്മൾ കെമിക്കൽ ഉപയോഗിക്കാത്തത് കൊണ്ട് മിക്കരും സലാഡിൽ പോലും ചേർത്ത് കഴിക്കാൻ വേണ്ടി കൂൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിപണി വന്നു. പിന്നെ അതിനുശേഷം ഇപ്പം പൊതുരംഗത്തെല്ലാം ഇപ്പം ജനങ്ങളെല്ലാവരും കൂണുണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പം കൂൺ ഗ്രാമം പദ്ധതി വരുന്നുണ്ട്. ഇപ്പം ഗവൺമെൻറ്റിൽ നിന്നും പലവിധ സഹായങ്ങൾ അതിനുവേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കൂണ് നമുക്ക് ഇത്ര ദിവസത്തിൽ കൂടുതൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റാത്തതിനാലും പിന്നെ ആൾക്കാർക്ക് ഒരു വെറൈറ്റി കിട്ടുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ മനസ്സിൽ ആശയം എന്നുള്ളിൽ ഉടലെടുത്ത ഒരാശയമാണ് കൂണിൻ്റെ ചപ്പാത്തി. ഇനി ഞാൻ അതേപോലെ തന്നെ കൂണിൻ്റെ വേറൊരു പ്രോഡക്റ്റും വിപണിയിൽ ഇറക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനുണ്ടാക്കുന്ന കൂൺ ചപ്പാത്തിയിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ആശീർവാദ ആട്ട, കൂണ്, വെള്ളം, ഉപ്പ്, ഇത്രയും മാത്രമാണ്. യാതൊരു പ്രിസർവേറ്റീവ്സും ഒന്നും തന്നെ അതിനകത്ത് ചേർന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ ട്രേഡ് സീക്രട്ട് എന്നുള്ള രീതിയിലാണ് ഞാനിത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് പറയാത്തത്. ഒരു ചെറിയ പ്രോസസ്സാണ്. കൂണ് നമ്മളൊരു പ്രോസസ്സ് ചെയ്തെടുത്തിട്ട് ചപ്പാത്തിയാക്കി മാറ്റുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കൂൺ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൂണുണ്ടായാലും നമുക്ക് വിഷമിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ അത് നമുക്ക് അന്നന്ന് ചിപ്പിക്കൂണാകുമ്പോൾ ശരിക്കും മഴ സീസണിലും കൂടെ ആകുമ്പോൾ ഒരുപാടുണ്ടാകും. നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിങ്ങിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് കൂണുണ്ടായി കഴിഞ്ഞാൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അതിനൊക്കെ കൂടെ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ്. അതിനൊക്കെ കൂടെ തന്നെയല്ല, എല്ലാ ജനങ്ങളും ഈ കൂണിൻ്റെ ഗുണം കിട്ടണം. അതിനാണ് ഈ കൂൺ ചപ്പാത്തി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ കൂണിൻ്റെ കട്ട്ലേറ്റ്, അതായത് ഫ്രോസൺ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി വിപണി നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അത്ര ശരിയായി. കാര്യം വെച്ചാൽ ആൾക്കാർക്ക് സമയമില്ല, എല്ലാവരും ഓട്ടമാണ്. അപ്പോൾ ഓഫീസിൽ നിന്ന് വരുന്നവർക്ക് ഈ ഫ്രോസൺ കട്ട്ലേറ്റ് കിട്ടിയാൽ തന്നെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ അത് കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിക്കണം. അതല്ല പിന്നെ ബേക്കറിയിൽ നമ്മൾ ഫ്രോസൺ അല്ല നല്ല കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ അത് ഒരു ദിവസം കൂടുതൽ ഇരിക്കാത്തത് കൊണ്ട് കേടായും പോകും. അപ്പോൾ അതൊന്നും തന്നെ വിപണിയിൽ നമുക്ക് കൂടുതൽ അങ്ങോട്ട് നിയന്ത്രിച്ച് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അതിലൊക്കെ നോക്കുമ്പോൾ കൂൺ ചപ്പാത്തി തന്നെ ആയിരിക്കും നല്ലത്. ഞാൻ ആദ്യമായിട്ട് കൂൺ കൃഷി ചെയ്തത് ചിപ്പിക്കൂണാണ്. പക്ഷേ പിന്നീട് അതിനുശേഷം പല വെറൈറ്റി, അതായത് മിൽക്കി മഷ്റൂം ചെയ്തിട്ടുണ്ട്, പിന്നെ പിങ്ക് മഷ്റൂം ചെയ്തിട്ടുണ്ട്. പക്ഷേ മിൽക്കി മഷ്റൂമിനാണെങ്കിൽ ഒരു വല്ലാത്ത രുചിയുള്ളത് കൊണ്ട് എല്ലാ ആൾക്കാരും അത് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പിങ്ക് മഷ്റൂമിനാണെങ്കിൽ ഗുണം കൂടുതലാണെങ്കിലും ചിപ്പിക്കൂണിനെക്കാട്ടിലും ഗുണം കൂടുതലാണെങ്കിൽ അതൊരു കട്ടിയുള്ളതായതിനാൽ ആർക്കും അങ്ങനെ പാചകം ചെയ്യുമ്പം
കഴിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭകരവും എല്ലാ ആൾക്കാരും വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു കൂണാണ് ചിപ്പിക്കൂൺ. അതുകൊണ്ടാണ് ഞാൻ ചിപ്പിക്കൂൺ തന്നെ കൃഷി ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ കൂണിൻ്റെ വിത്തും ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നുണ്ട്. കൊറിയർ മുഖാന്തരം എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ കാസർഗോഡ് മുതൽ കോവളം വരെ എൻ്റെ സെമിനാറുകൾ ഉണ്ടായിട്ടുണ്ട്. പല കോളേജുകളിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ യൂണിറ്റുകളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. സ്കൂളുകളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് എനിക്ക് അതിൻ്റെ അംഗീകാരങ്ങൾ തന്നിട്ടുണ്ട്. ICARൻ്റെ മാസ്റ്റർ ട്രെയിനിയായിട്ട് എന്നെ അംഗീകരിച്ച് ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ICAR ഏറ്റവും നല്ല കൂൺ കർഷകയായിട്ട് എന്നെ ആദരിച്ചിട്ടുണ്ട്. കൃഷിഭവനിൽ 2002 എന്നെ ഏറ്റവും നല്ല കർഷകയായിട്ട് ആദരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആദരവൊക്കെ കിട്ടിയിട്ടുമുണ്ട്. എല്ലാവർക്കും ഈ കൂൺ കൃഷിയെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിപ്പിക്കുന്നുമുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലിങ്ങനെ എല്ലാ സെക്കൻഡ് സാറ്റർഡേകളിലും കൂൺ കൃഷിയുടെ ട്രെയിനിങ് നൽകാറുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു മാക്സിമം മിനിമം ഒരു 2 മണിക്കൂർ വെച്ച് രാവിലെയും വൈകിട്ടും ചെലവിടാമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 30-35,000 രൂപയ്ക്ക് മേലിൽ കൂണ് തന്നെ നമുക്ക് വിപണിയിൽ വിറ്റ് കാശുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിനകത്ത് നിന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂൺ കൃഷിയിൽ നിന്ന് ആദായം മാത്രമല്ല, അതൊരു മാനസികമായിട്ടുള്ള ഒരു സമാധാനം കൂടെ തരുന്ന ഒരു കൃഷിയാണ് കൂൺ കൃഷി. അതുകൊണ്ട് ഏത് വീട്ടമ്മമാർക്കും ഇത് ചെയ്യാവുന്നതാണ്, അത്ര വലിയ റിസ്ക് ഇല്ലാതെ തന്നെ. ഞാൻ എൻ്റെ വീട് സംബന്ധമായിട്ടുള്ള ഇടവേളകളിൽ, അതായത് ഓരോരോ പ്രശ്നങ്ങൾ വരുമല്ലോ, അല്ലാത്ത സമയങ്ങളിൽ എനിക്ക് കൂടുതലും ഒരു 7-8 കിലോ കൂൺ കൂടുതൽ ഞാൻ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കൂൺ വിത്താണെങ്കിൽ മാസം 400 മുതൽ 700 പാക്കറ്റ് വരെ ഞാൻ കൊറിയർ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതിന് ചെല്ലുന്നെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് താല്പര്യം ഇതുകൊണ്ട് എല്ലാ ജനങ്ങളിലും കൂണിൻ്റെ ഗുണം എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചപ്പാത്തി ഇറക്കിയിരിക്കുന്നത്. ഈ ചപ്പാത്തി നമുക്ക് കഴിയുന്നത്ര രീതിയിൽ വിപുലീകരിച്ച് വിപണനം നടത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ കൂൺ കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആദ്യം കച്ചിയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ കച്ചി നല്ലതല്ലാത്തതിനല്ലേ ഞാൻ ആർക്കപ്പൊടിയും ഇതിലാണ് ഞാൻ കൂൺ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ 100-300 ബെഡ് ഇടുമെങ്കിലും ഇത് മെച്ചുറാകുന്ന ബെഡ് ഞാൻ പൊട്ടിച്ചിടാറില്ല. നമ്മുടെ ഓർഡർ അനുസരിച്ചും നമ്മുടെ വിപണിയുടെ അനുസരിച്ചും ഞാൻ കുറേ ബെഡുകൾ മാത്രം പൊട്ടിച്ചിടാറുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന കൂൺ, അപ്പോൾ നമുക്ക് നേരം കൂണൊന്നും വേസ്റ്റായി പോകത്തില്ല. അത് കൂടുതൽ പറിച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ അതൊരു കാര്യം നല്ലത്. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ ഇതിൻ്റെ ഹ്യൂമിഡിറ്റി നിയന്ത്രിക്കാൻ വേണ്ടി ഞാൻ ഹ്യൂമിഡിഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുഴുവായോ അല്ലെങ്കിൽ കൂണ് ബെഡുകൾ കേടായോ ഒന്നും തന്നെ പോകുന്നില്ല. പിന്നെ ഞാൻ തന്നെ കൂണിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് നല്ലതായിട്ടുള്ളൊരു മാർജിൻ കൂൺ കൃഷിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ കൂൺ കൃഷി ആരെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാവരും പറയും ആദ്യമേ കൂൺ ഷെഡ് വെക്കണം, ഇരുട്ട് റൂം വേണം, ഡാർക്ക് റൂം വേണം, പിന്നെ വേണം, അങ്ങനെ ഒന്നും വേണ്ട. ആദ്യം നിങ്ങൾ കൂൺ കൃഷിയെക്കുറിച്ച് നന്നായിട്ടൊന്ന് പഠിക്കുക. നന്നായിട്ട് കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയെ സമീപിച്ചിട്ട് അവരുടെ അറിവ് നേടിയിട്ട് ആദ്യം 1-2 ബെഡ് തയ്യാറാക്കുക. എന്നിട്ട് അതിൻ്റെ വളർച്ചയും അതിൻ്റെ ഹാർവസ്റ്റിങ് അങ്ങനെ ഇതെല്ലാം ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം നിങ്ങളൊരു 10 ബെഡ് ഇടാനായിട്ട് തയ്യാറാകുക. അപ്പോൾ ഇതിന് വേണ്ടി ചിലവാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഷെഡൊന്നും വേണ്ട. നമ്മുടെ ഒരു ബെഡ്റൂമിൻ്റെ നല്ലതായിട്ട് പിന്നെ വായു സഞ്ചാരമുള്ള ഒരു ബെഡ്റൂം ഹാളോ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഗ്രീൻ നെറ്റോ അല്ലെങ്കിൽ ചാക്ക് ഇങ്ങനെ ഡബിൾ ലെയർ തന്നെ സെറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് അപ്പം നിസ്സാര ചിലവിൽ ആദ്യം ചെയ്യുക. പിന്നെ അതിനുശേഷം നമ്മളിതിൻ്റെ ഈ കൂൺ കൃഷി നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും, നമുക്കിതിനെ കൊണ്ട് സാധിക്കും. നമ്മളിപ്പോൾ ഒരു 1,00,000 രൂപ ചിലവാക്കിയാൽ നമുക്ക് ആ ഷെഡ് പണിഞ്ഞാൽ ഇത്ര നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം. അതിന് ഏകദേശം ഒരു 3 മുതൽ 6 മാസം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാര്യം നമ്മൾ വീണ്ടും ബെഡിടുന്നു, അതങ്ങനെ പരിഹരിക്കണം, മഴ സമയത്ത് എങ്ങനെ പരിഹരിക്കണം, വേനൽ സമയത്ത് എങ്ങനെ പരിചരിക്കണം, അതിൻ്റെ ഈർപ്പ് എങ്ങനെ സെറ്റ് ചെയ്യണം, ഇതൊന്നും മനസ്സിലാക്കുക. അല്ലാതെ എടുത്തടിച്ച പോലെ നമ്മളങ്ങ് കാശ് ചിലവാക്കിയിട്ട് ഷെഡ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ലെങ്കിൽ നമുക്കതൊരു നിരാശയാണ്. പിന്നെ ഈ കൂൺ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൂടൊരു മനം പഠിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാകും നമ്മുടെ. അതുകൊണ്ട് 3 മുതൽ 6 മാസം വരെ നമ്മളെ കഴിയുന്നത്രയും ബെഡിട്ട് അതിൻ്റെ പരിചരണം ശീലിക്കുക. നിസ്സാര 1,00,000 രൂപയ്ക്കൊക്കെ നമുക്കൊരു ഒരു കൂൺ ഷെഡ് തയ്യാറാക്കിയിട്ട് 100 സ്ക്വയർ ഫീറ്റിൻ്റെ കൂൺ ഷെഡ് തയ്യാറാക്കി നമുക്ക് കൂൺ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പലരും കൂൺ ഷെഡ് തയ്യാറാക്കി തരാം, അതിനകത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് തരാം, പിന്നെ ബാങ്കിൻ്റെ ലോണുണ്ട്, അതിൻ്റെ സബ്സിഡി ഇത്ര കിട്ടും എന്നൊക്കെ പറയും. ഒരിക്കലും അതിൽ വീഴരുത്. കാര്യം പലരും ഇപ്പോൾ അങ്ങനെ നമ്മളെല്ലാം കൂൺ കൃഷി തുടങ്ങുന്ന എന്തിനാ, ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മളെ ചൂഷണം ചെയ്യാൻ വരുന്നവരുടെ ആ കൈകളിൽ വീണ് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ ഒരു കടക്കണിയിലാകും. കാര്യം ബാങ്ക് ലോൺ തരുമ്പം സബ്സിഡി തരുമെന്ന് പറയും. തീർച്ചയായിട്ടും അങ്ങനെയൊന്നും അല്ല, അവർ എല്ലാവരോടുള്ള അറേഞ്ച്മെൻ്റ് ആണത്. അതുകൊണ്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുകൊണ്ട് സബ്സിഡി കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ തിരക്കിയതിന് ശേഷം മാത്രം ലോൺ എടുക്കുക. ലോൺ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും 3 മുതൽ 6 മാസം വരെ കൂൺ കൃഷി നന്നായിട്ട് പഠിച്ച് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വരുമാനത്തിലൂടെ നമുക്കൊരു ചെറിയ ഷെഡ് സെറ്റ് ചെയ്ത് നമുക്ക് പോകാവുന്നതാണ്. കഴിയുന്നത് നമ്മൾ അങ്ങനെ പോകുന്നതിനാലാണ് ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നത്.
പിന്നെ കൂൺ കൃഷി ചെയ്യുന്നതിന് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള സഹായം നമുക്ക് കിട്ടും. അതായത് ആദ്യമായിട്ട് ഇപ്പം ഞങ്ങളെപ്പോലുള്ളവരൊന്നും അവരിപ്പോൾ സഹായിക്കത്തില്ല. കാര്യം ഞങ്ങൾ 23 വർഷമായ പഴക്കം ചെന്ന കർഷകരാണെന്ന് പറയും. പുതിയ പുതിയ കർഷകർ രംഗത്തേക്ക് വരാൻ വേണ്ടി 100 ബെഡൊക്കെ ഇടുന്നവർക്ക് 11,600 രൂപയൊക്കെ വെച്ച് ഒരു യൂണിറ്റിന് കിട്ടും. അതുപോലെ 300 ബെഡ് ഇടുന്നവർക്ക് അതിൻ്റെ ഇരട്ടി കിട്ടും. അപ്പോൾ ഇതെല്ലാം നല്ലത്. പിന്നെ അതുകൂടാതെ തന്നെ ആത്മായിൽ നിന്നുള്ള സഹായം നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ വ്യവസായ ഓഫീസിനെ സമീപിക്കാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ്, അതായത് ഹ്യൂമിഡിഫയർ അല്ലെങ്കിൽ പിന്നെ മോട്ടർ, പമ്പിങ്, ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള സബ്സിഡിയിൽ നമുക്ക് വ്യവസായ ഓഫീസിൽ നിന്ന് നമുക്ക് ഓരോ മെഷീനും ഇറക്കുന്നതിന് സഹായം വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സഹായം തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ അഗ്രിയുടെ ഇതിൽ വെച്ചിട്ട് KYCയുടെ ലോൺ ബാങ്കിൽ നിന്ന് 3 ലക്ഷം രൂപ വരെ കിട്ടും. പിന്നെ അതിന് ശേഷമുള്ളതിന് അവർക്ക് ഈട് കൊടുക്കേണ്ടതായിട്ട് വരും. എത്ര പിന്നെ ഈടില്ലാതെ ലോൺ കൊടുക്കണമെന്ന് പറഞ്ഞാലും ബാങ്കുകാർക്ക് ഒരു ഷുവർട്ടി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കൂൺ കൃഷിക്ക് എല്ലാ ബാങ്കിലും, ഞാനും പല ബാങ്കുകളിലും ഞാൻ ചെല്ലുമ്പോൾ അവരോട് പറയും കൂൺ കൃഷി എന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ അങ്ങനെയാണ്. എന്നിട്ട് കൂൺ കൃഷി ചെയ്യുന്ന വ്യക്തികൾ വന്നാൽ ലോൺ കൊടുക്കണം, അവർക്ക് നല്ലതായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ആലോചിച്ചുകൊണ്ട് ബാഹ്യ ആൾക്കാർ നിങ്ങൾക്ക് സബ്സിഡി കിട്ടുമെന്ന് പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ഇറങ്ങിത്തിരിക്കാവുള്ളൂ. ഒരിക്കലും ബാഹ്യ ഇടപെടൽ പാടില്ല. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ പിന്നെ അറിവോടുകൂടി തന്നെ നിങ്ങൾ സബ്സിഡിക്ക് പോകുന്നതായിരിക്കും നല്ലത്.